യോഗത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ എറണാകുളത്തിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ TJ വിനോദ് അവർ സ്വാഗതം ആശംസിച്ച വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന ഗതാഗത വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീ ഷാജി വി നായർ IAS, പ്രിയങ്കരനായ നമ്മുടെ മേയർ ശ്രീ M അനിൽകുമാർ, പ്രിയപ്പെട്ട MLA കൊച്ചിയുടെ പ്രിയങ്കരനായ MLA ശ്രീ KJ മാസ്കി, ശ്രീ വൈപ്പിൻ MLA പ്രിയപ്പെട്ട KN ഉണ്ണികൃഷ്ണൻ, പ്രിയപ്പെട്ട നമ്മുടെ അരൂർ MLA പ്രിയങ്കരിയായ ജലീമ, സോറി സാർ, യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ TK അഷ്റഫ് അവർ, ട്രാഫിക് സൂപ്രണ്ട് ശ്രീ സുജിത്ത്, കൗൺസിലർ ആന്റണി പുലിത്തറ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജലഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കൾ, നമ്മളിന്ന് വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ബോട്ടുകളുടെ ഉദ്ഘാടനമാണ് നടത്തുന്നത്. അതോടൊപ്പം ഫോർട്ട് കൊച്ചിയിലെ ബോട്ട് ജെട്ടിയിലേക്ക് ബോട്ട് അടുക്കുന്നതിനുള്ള സംവിധാനം, അതിൻ്റെ 2 വർഷത്തിന് മുമ്പ് 2018 പ്രളയത്തിൽ ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കാൻ പറ്റാത്തൊരു നിലയുണ്ടാവുകയും അതിനുശേഷം ജലഗതാഗത വകുപ്പ് ബോട്ട് അടുപ്പിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വാട്ടർ അതോറിറ്റിയെ ഇതിലെ ചുമതല ഏൽപ്പിച്ചു. വാട്ടർ ഡ്രഡ്ജ് ചെയ്ത് മാറ്റുന്നതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരൊരു തരത്തിലും അത് തീർത്ത് തന്നില്ല എന്നുള്ള സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പക്ഷേങ്കിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഡ്രഡ്ജിങ്ങിന് വേണ്ടി ഒരു ഡ്രഡ്ജർ വാങ്ങിയപ്പോൾ ആദ്യം തന്നെ സ്മാർട്ട് സിറ്റിയുടെ ചുമതല കൂടിയുള്ള ഷാജി പലതവണ ഞാൻ വന്നതിന് ശേഷവും ഇറിഗേഷനായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തി, എന്നിട്ടൊന്നും അത് ഫലം കാണാത്തത് കൊണ്ട് ഈ ഡ്രഡ്ജർ കൊണ്ടുപോയി അതങ്ങ് വൃത്തിയാക്കി. കാര്യങ്ങൾ ഏത് വിധത്തിലും നടത്തുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ആദ്യം നമ്മൾ മുന്നിൽ കാണുന്നത്. ഞാൻ ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഏത് കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് അവർക്ക് അത് കൈമാറണം, ഉപയോഗപ്രദമാണ്. നമ്മളൊരു ബോട്ട് കെട്ടി പണിതിട്ടു, അതവിടെ കിടന്ന് 2, 3, 4 കൊല്ലം കിടന്ന് നശിക്കും. നമുക്കവിടെ ബോട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് ബോട്ട് കെട്ടിയാവില്ല. എല്ലാ കാര്യങ്ങളിലും അത്തരത്തിലൊരു വേഗത ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നത്. KSRTCയുടെ ബസ് ടെർമിനൽ എറണാകുളത്തൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നൊരു കാര്യമാണ്. അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട MLA വിനോദും മേയറും ഞാനും KSRTCയുടെ CMD എല്ലാം കൂടെ ചർച്ച ചെയ്യുകയും MLA അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നു. ഞാൻ തന്നെ നേരിട്ട് BPCL കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ 1 കോടി രൂപ നമുക്ക് അനുവദിച്ചു. 1.5 കോടി രൂപ KSRTC ബസ് സ്റ്റേഷനിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ MLAയുടെ ഫണ്ട് അദ്ദേഹം അനുവദിച്ച് കൃത്യമായ സമയത്ത് തന്നെങ്കിലും ഇതിങ്ങനെ ഓരോ സാങ്കേതിക കുരുക്കുകൾ ഓരോ ദിവസം ഉണ്ടാക്കുക. തുറന്നു പറയുന്നുണ്ടെന്ന് തോന്നരുത്. MLA എത്ര പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് ഇത് വെച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കളക്ടർ ഞാനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ കളക്ടറോട് ഒരു ഓൺലൈൻ മീറ്റിംഗിൽ വെച്ച് പരസ്യമായി ഞാൻ പറഞ്ഞു, രാജീവ് മിനിസ്റ്ററുണ്ട്, IAS എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അത് ഘട്ടമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ കൊടുക്കാൻ സാർ പറഞ്ഞു. അന്ന് തന്നെ കൊടുത്തു. വൈകിട്ടായപ്പോൾ വിനോദ് എനിക്ക് അയച്ചു തന്നു, കളക്ടറും എനിക്ക് അയച്ചു തന്നു IAS. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്താ, ഇത് ചില സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വലിയ വലിയ ആളുകളാണ് പിടിച്ചു വെച്ചേക്കുക PWDയിൽ. അത് ഞാൻ വിനോദ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വിനോദ് ചീഫ് എഞ്ചിനീയറെ നേരിട്ട് വിളിക്കുന്നു. വിനോദ് ചീഫ് എഞ്ചിനീയറെ നേരിട്ട് വിളിച്ചു. നാളെ ആ പ്രശ്നം പരിഹരിക്കും എന്നാണ് ചീഫ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്. ചീഫ് എഞ്ചിനീയർക്ക് അറിയാം എന്താ കാര്യം എന്നുള്ള കാര്യം. ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവരവരുടെ ഇഷ്ടത്തിന് ഇതിനിങ്ങനെ പുറമോട്ട് വലിച്ചുകൊണ്ടിരിക്കും. എറണാകുളത്തെ യാത്രക്കാർ ബസ് സ്റ്റേഷനിൽ വരുമ്പോൾ എറണാകുളത്തെ ജനങ്ങളും യാത്രക്കാരും എത്രമാത്രം ദൂര സ്ഥലങ്ങളിൽ വരുന്നവരും അടക്കം എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന സമീപനമാണ്. ആര് വെള്ളത്തിൽ കിടന്നാലെന്ത്. ഇപ്പൊ ആ ബസ് സ്റ്റേഷനകത്ത് തന്നെ നമ്മളൊരു സ്പോൺസറെ കണ്ടുപിടിച്ചുകൊണ്ട് സ്ത്രീകൾക്കും കുടുംബാംഗങ്ങൾക്കും ഇരിക്കാനുള്ള, ഫാമിലി ഇരിക്കാനുള്ള വെയിറ്റിംഗ് റൂം, എയർ കണ്ടീഷൻ വെയിറ്റിംഗ് റൂം ഉണ്ടാക്കി. പക്ഷെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കിയില്ലെങ്കിൽ നാളെ അതിനകത്തും വെള്ളം കയറും. അപ്പൊ അവര് പണിയാൻ വന്നം വേണ്ടെന്ന് പറഞ്ഞില്ല, പണിഞ്ഞോളാൻ പറഞ്ഞു. പക്ഷെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള എല്ലാ ഡിസൈനും അണ്ടർഗ്രൗണ്ട് സമ്പുകളും അത് റെയിൽവേക്ക് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ട് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള സംവിധാനങ്ങൾ വൻതോതിൽ പമ്പ് ചെയ്ത്
വളരെ ദൂരെയുള്ള കനാലിൽ കൊണ്ട് കളയാനും ഒക്കെ ഉള്ള സംവിധാനം എല്ലാം റെഡിയാണ്. അതിന്റെ പണി ഉടനെ ആരംഭിക്കും. അപ്പൊ ഞാൻ KSRTC MD യോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു 1 മാസം സമയം തരണം തുടങ്ങാൻ. ഞാൻ പറഞ്ഞു അത് പറ്റൂല, 15 ദിവസം സമയം തരാമെന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, ഈ മാർച്ച് മാസം ആവുന്നു, ഇനി നീണ്ടുപോയാൽ ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ മഴയാകുമ്പോൾ വീണ്ടും ആ പഴയ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീണ്ടും കാണേണ്ടി വരും. അത് നാണക്കേടാണ് എന്നുള്ളത് കൊണ്ടാണ് ഉടനെ അത് പരിഹരിക്കാൻ പറഞ്ഞു. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഡൽഹിമായി അവിടെ വിളിച്ചു വരുത്തിയത് വേറെ ഒന്നുമല്ല, ഡൽഹിമായിക്ക് ഒരു ബോട്ട് വേണം എന്ന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പറഞ്ഞു. അരൂര് നിന്ന് ചേർത്തലയ്ക്ക് പോകുന്ന ഭാഗത്ത് റോഡ് പണി നടക്കുകയാണ്. ആ റോഡിലൂടെ യാത്ര സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരു ബോട്ട് അരൂക്കുറ്റി ചേർത്തല ഒരു ബോട്ട് ഓടിക്കണം എന്ന് പറയും. പക്ഷെ ഇതിനു മുമ്പ് ബോട്ട് ഓടിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഡൽഹിമ ഒരു MLA എന്ന നിലയിൽ അവരുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ഷാജിയോട് കുറച്ച് വലിപ്പം കുറഞ്ഞ, വലിയ ബോട്ടിന് പോകാനൊക്കത്തില്ല, വലിപ്പം കുറഞ്ഞ ഒരു ബോട്ട് സംഘടിപ്പിച്ച് ഡൽഹിമയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് തന്നെ ആ വാഗ്ദാനം പാലിച്ചുകൊണ്ടാണ് നാളെ മറ്റന്നാളോ ഡൽഹിമ ബോട്ട് അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഡൽഹിമയെ വിളിച്ചു വരുത്തിയത്. ആ ബോട്ടും തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ വന്നിരിക്കുന്നതും അതുപോലെ കാര്യത്തിലാണ്. ഉണ്ണികൃഷ്ണന്റെ പ്രശ്നം എന്ന് പറയുന്നത് വൈപ്പിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് കേരള ടൗണിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഞാൻ മന്ത്രിയെ വന്നതിന് ശേഷമാണ് കുറച്ച് വാഹനങ്ങളെ അകത്തോട്ട് കയറാൻ സമ്മതിച്ചു. അദ്ദേഹം വീണ്ടും പറയുന്നത് എല്ലാ വാഹനങ്ങളെയും കയറാൻ അനുവദിക്കണം, KSRTC ബസ്സുകളെയും കയറ്റിവിടണം എന്നാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ 12 മണിക്ക് അദ്ദേഹത്തിന് ഒരു യോഗത്തിന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തോടു കൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമാകും. തീരുമാനമായതിനു ശേഷം അദ്ദേഹം അത് കൊച്ചിയിലെ ജനങ്ങളോടും വൈപ്പിലെ ജനങ്ങളോടും പ്രഖ്യാപിക്കും. കാരണം വൈപ്പിന്റെ അകത്ത് കയറി വരണമെന്നാണ്. പിന്നെ സ്മാർട്ട് സിറ്റിയിലാണ്, മേയറുമായി ബന്ധമുള്ള കാര്യമാണ്. സ്മാർട്ട് സിറ്റിയുടെ ബസ് ടെർമിനലാണ്. അത് ഇതുപോലെ തന്നെയാണ്. ഞങ്ങള് MLAയും MPയും മേയറും എല്ലാവരും കൂടി ഇരുന്ന്, മിനിസ്റ്റർ രാജീവും എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങളാക്കി. KSRTCയുടെ ബസ് സ്റ്റേഷന് അപ്പുറത്ത് കിടക്കുന്ന സ്ഥലം കൊടുക്കുന്നതിന് വേണ്ടി, കൈമാറുന്നില്ല, അത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബസ് ടെർമിനൽ നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചില ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ കുഴപ്പം. അവരുടനെ പറഞ്ഞു, എന്നാൽ ഓരോ ബസ്സും KSRTC കയറ്റുമ്പോൾ 50 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കൈ വെച്ചിരുന്നാൽ KSRTCയുടെ സ്ഥലം KSRTC സൗജന്യമായി കൊടുക്കുമ്പോൾ അവിടെ വെക്കുന്ന ബസ് സ്റ്റാൻഡിൽ KSRTC കയറുന്നതിന് 50 രൂപ വെച്ച് പോരട്ടെ എന്ന് പറഞ്ഞു. 50-100 വെച്ച് പോരട്ടെ, അത് നടക്കുന്നതല്ല. അത്തരം പിരിവുകളൊന്നും നടക്കത്തില്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച മിനിസ്റ്റർ രാജീവ് ഞാനും കൂടി ഇരുന്നുകൊണ്ട് ഷാജിയെ കൊണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് കൊണ്ട് കാര്യമെല്ലാം ഒതുക്കിയെല്ലാം തീർന്നാണ്. പിന്നെ വീണ്ടും ഒരു IAS ഉദ്യോഗസ്ഥ ഇടപെട്ടു. അവൻ പറഞ്ഞു അതിനെ അങ്ങനെയല്ല, KSRTC ബസ് ഇടുന്ന ഭാഗം ആര് മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ KSRTCയുടെ വർക്ക്ഷോപ്പ് പൊളിച്ചു കളയും, ഞങ്ങൾ പണിഞ്ഞു തരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ കയറണ്ട എന്ന് മറുപടി പറഞ്ഞു. പിന്നെ അതല്ല എന്ത് മറുപടി, എന്റെ മറുപടി എന്താ, ഞാനിപ്പോ എന്നിട്ട് മേയറെടുത്ത് MLA പറയായിരുന്നു, പോന്നെങ്കിൽ അതങ്ങ് പോട്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്റെ 6-1 പൈസയ്ക്ക് അവിടെ ഞാൻ KSRTCയുടെ ഈ പറഞ്ഞ ഡിസൈനിൽ ഒരു ബസ് സ്റ്റേഷൻ KSRTCയുടെ പൈസ കൊടുത്ത് പണിഞ്ഞാലാണ്. ഏതാ ഈ നൂലാമാലയ്ക്കൊന്നും പോണ്ട, ഞാൻ റെഡി ആയി തരാം. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, പറഞ്ഞാൽ സാധിച്ചിരിക്കും. 6 മാസത്തിനകത്തുള്ള പണി തീർത്തു തരാം. നിങ്ങൾ സമാനമായിട്ടിരിക്കും. ഇതങ്ങ് വിട്ട്, ഇതില്ലെങ്കിൽ ഇല്ല ഷാജി, വിട്ടേക്ക്. അതിനെക്കുറിച്ച് ചർച്ചയില്ല, അതിനെക്കുറിച്ച് ചർച്ചയില്ല. നല്ല മനോഹരമായൊരു ബസ് സ്റ്റേഷൻ KSRTCയുടെ വണ്ടി കയറി കിടക്കാൻ ഈ പറഞ്ഞ പോലെ ഒരു സാധനം, അത് സ്റ്റീലിലൊക്കെയാണ് ചെയ്യുന്നത്. KSRTC ജീവനക്കാരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു തരാം. എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. നിങ്ങൾ കണ്ടല്ലോ KSRTC ജീവനക്കാർ ഗണേഷ് കുമാറിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ സമരം. കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, KSRTC എന്ന പ്രസ്ഥാനത്തെ തകർക്കരുത് എന്ന് ജീവനക്കാർ രാഷ്ട്രീയത്തിലധികമായി അവരെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ നന്മയാണ് ഇന്നത്തെ പൊതുപണിമുടക്ക് പൊളിഞ്ഞു പാളിസായത്. ഒന്ന് രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല, അതിൽ രാഷ്ട്രീയമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ, യാത്രക്കാർ ഒരു പാർട്ടിയിലെ മെമ്പർമാരല്ല, എല്ലാ പാർട്ടിയിലെ മെമ്പർമാരുണ്ട്, അല്ലാത്തവരും. ഈ ബസ് സ്റ്റേഷനിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളുമായി വന്ന് ചാടുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ ഒരു പണിമുടക്ക്, ഇന്ന് KSRTC താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ല, ഒരു പണിമുടക്ക് എന്ന് പറയുന്നത്. ആ പണിമുടക്ക് നടത്തിക്കൊണ്ട് സമരത്തിന് പല മാർഗങ്ങളുണ്ട്, നമുക്ക് വരാതിരിക്കാം. ഇന്ന് കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ കിടന്ന 8 ബസ്സുകളുടെ സ്റ്റാർട്ടറും വയറും വലിച്ചു പറിച്ചു കളഞ്ഞു തന്നെയാണ്. ഇന്ന് സമരം കഴിയും രാത്രി, നാളെ രാവിലെ വണ്ടി ഓടാക്കത്തില്ല. അതൊരു നല്ല രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാലം കേരളത്തിൽ കടന്നുപോയി. പൊതുമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം പ്രാകൃതമായ സമരങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടെന്നാണ്. ചാനലുകളിൽ പറയുമ്പോൾ ഈ പണി ചെയ്തവരെ പിരിച്ചുവിടും എന്ന മന്ത്രിയുടെ പ്രസ്താവനയോട് ജനങ്ങൾ യോജിക്കുകയാണ്. എല്ലാ സോഷ്യൽ മീഡിയയിലും ചാനലിലും എല്ലാം പറയുന്നത് എന്താണ്, ഇവരെ ശിക്ഷിക്കണം, ഇവരെ പിരിച്ചുവിടണം. ആരാണോ അത് കട്ട് ചെയ്ത് കളഞ്ഞത് അവരെ വലിച്ചു പറിച്ചിരിക്കണം. സ്വന്തമായി നാളെ രാവിലെ ഞാൻ ഓടിച്ചു പോകേണ്ട വണ്ടിയുടെ വയറിങ് വലിച്ച് ഡോറ് തുറന്നിട്ട് വലിച്ചു പറിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതൊരു സമരമല്ല, അത് അക്രമ പ്രവർത്തനമാണ്.
പൊതുമുതൽ നശിപ്പിക്കരുത്. പൊതുമുതൽ നശിപ്പിച്ചതിന് കൊട്ടാരക്കരയിൽ കേസിട്ടിട്ടുണ്ട്. അതനുസരിച്ച് നടപടി വരും. ഈ വണ്ടികൾ ഓടാൻ നഷ്ടപരിഹാരം തരേണ്ടി വരും. നോട്ടീസ് കൊടുത്ത സംഘടന അതിന് നഷ്ടപരിഹാരം തരേണ്ടി വരും. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും നഷ്ടപരിഹാരം വാങ്ങിത്തരാൻ വേണ്ടി. കാരണം ഈ വണ്ടികൾ ഓടാത്തത് കൊണ്ടും വണ്ടിക്ക് വന്ന ഡാമേജും കണക്കാക്കിക്കൊണ്ട് സംഘടനാ സമരത്തിന് നോട്ടീസ് തന്ന നേതാക്കന്മാർക്ക് നാളെ തന്നെ KSRTC CMD നഷ്ടപരിഹാരത്തിലുള്ള നോട്ടീസ് നൽകും. നഷ്ടപരിഹാരം കണക്കെയാണ്. സമരത്തിൽ പങ്കെടുത്ത ഒരു കണക്ക് ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം ചൊവ്വാഴ്ച 4298 വണ്ടികളാണ് ഓടിയത്. ഈ അതിനുശേഷം ഞങ്ങൾ ഈ അവധിക്കാലം വന്നതുകൊണ്ട് കളക്ഷൻ കുറെ വണ്ടികൾ വെട്ടിക്കുറച്ചിരുന്നു. എങ്കിൽ പോലും സമരം നടന്ന ഈ ദിവസം 4026 വണ്ടികൾ കേരളത്തിൽ ഓടിയിട്ടുണ്ട്. അത്രയും ട്രിപ്പുകൾ കേരളത്തിൽ ഓടിയിട്ടുണ്ട്. ഏതാണ്ട് 93.7%. കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഞങ്ങൾ 93.7% ട്രിപ്പുകളും ഷെഡ്യൂളുകളും KSRTC ഇന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വെറും 6.3% കുറവ് മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായി വണ്ടി ഓടാൻ, ഈ സമരം നടന്ന ദിവസമായി വണ്ടി ഓടാത്തതിന്റെ വ്യത്യാസം എന്നെല്ലാവരും മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം ഈ ആഹ്വാനം KSRTCയിലെ ജീവനക്കാർ തള്ളിക്കളഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതിൽ രാഷ്ട്രീയമില്ല. ഞാൻ KSRTCയിലെ ഈ സമരത്തിന്റെ പേരിലല്ല, ഇന്നത്തെ ദിവസം കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാതെ KSRTC എന്ന ജനങ്ങളുടെ സ്വപ്നമായ ഈ പ്രസ്ഥാനത്തെ തകർച്ചയിൽ നിന്ന് കൈകയറ്റണം എന്ന മനോഭാവത്തോടെ ഇന്ന് വണ്ടി ഓടിക്കാനും ഓഫീസിൽ വരാനും ഇതിനുവേണ്ടി സജീവമായി നിന്ന KSRTCയിലെ മുഴുവൻ ജീവനക്കാരെ ഒരു മന്ത്രി എന്ന നിലയിലും ഒരു കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിലും വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയും അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പൊതുയോഗത്തിൽ വെച്ച് ഞാൻ പറയുന്നത്. കാരണം ഇത്തരം സമരങ്ങൾ ജനങ്ങളോടാണ് വാശി കാണിക്കുന്നത്. KSRTC ജീവനക്കാർക്ക് 3-4 ഗഡുക്കളായി ശമ്പളം കൊടുത്തിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കഴിഞ്ഞ 4-5 മാസമായി അവർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കുന്നു. 16-ാം തീയതിക്ക് മുമ്പേ ശമ്പളം കൊടുക്കുകയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മന്ത്രിയായി വന്ന് 2 ദിവസമായുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, KSRTC ജീവനക്കാർക്ക് ഒരുമിച്ച് 1-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള നടപടികൾ ഗണേഷ് കുമാർ ഉണ്ടാക്കണം. അതിനുള്ള ഒരു ആശയം രൂപീകരിക്കാൻ ഞാൻ പറഞ്ഞു, ഞാനൊരു ആശയം ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ വന്ന് കാണാം എന്ന് പറഞ്ഞു. ഞാനൊരു ആശയം രൂപീകരിച്ചു. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം അത് നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കണം, 663 കോടി രൂപ അദ്ദേഹം KSRTCയുടെ കടബാധ്യതയിലേക്ക് അടയ്ക്കുവാൻ വേണ്ടി ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അനുവദിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു പ്രപ്പോസലുമായി വരികയാണ്. എല്ലാ ജീവനക്കാർക്കും 1-ാം തീയതി തന്നെ ശമ്പളം KSRTC കൊടുക്കും എന്ന് പറയുമ്പോൾ, ആ കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു സ്വകാര്യ പരിപാടി DC ബുക്സിന്റെ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ ശ്രീ ദീപക് ധർമ്മണം ഞാനുമായി സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കും, ഇത് ഉടൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും അതൊരു വിഷയമായി ഒരു സമരം നടത്തുന്നത് ശരിയാണ്? അത് ശരിയല്ല. കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾ പറയുകയാണ്, ഞാൻ ഒരുമിച്ച് ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞു, കൊടുത്തു. 1-ാം തീയതി തരാം എന്ന് പറഞ്ഞു. വിശ്വസിക്കണം, നമ്മൾ ഏതൊരു കാര്യത്തിലും വിശ്വസിക്കണം. ഒരു സമയം, ശ്വാസം എടുക്കാനുള്ള സമയം കൊടുക്കണം. മറ്റത് ഒരു ക്രൂരതയാണ്. ശ്വാസം എടുക്കാനുള്ള സമയം കൊടുക്കാതെ ഇപ്പൊ തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ലെന്ന് ജീവനക്കാർക്കും അറിയാം. പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരുടെയൊക്കെ ഹാജര് ഇന്ന് വളരെ കൂടുതലാണ്. അവരെല്ലാം ജോലിക്കും. നമ്മൾ ഈ എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. വെറുതെ ഇന്ന് സമരത്തിന് വിളിച്ചേക്കും ആള് വരത്തില്ല. ഉള്ള കാര്യം പറയാനുണ്ട്, ജനകീയ പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്കാണ് സമരം. അതുകൊണ്ട് വളരെ ദുഃഖകരമായി പോയി ഇന്നത്തെ സമരം. പക്ഷെ ആ സമരം ജനങ്ങളും KSRTC ജീവനക്കാരും തള്ളി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ പറയുന്നതിൽ MLA-മാരെ കൊണ്ടിരിക്കുന്നു. എന്നോട് ഒരു രാഷ്ട്രീയവും തോന്നണ്ട. നിങ്ങൾ ആരും ഇത് ആഗ്രഹിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം. KSRTC നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി ഈ വേദിയിലോ സദസ്സിലോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മാധ്യമങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനസ്സിലെ ഒരു സ്വപ്നമാണ് KSRTC. നമ്മൾ ജനിച്ച കാലം മുതൽ കാണുന്ന ഈ ഒരു വണ്ടിയുണ്ട്. ആ ഒരു നമ്മൾ പറയുന്ന ഒരു KSRTC എന്ന് പറഞ്ഞ ആന വണ്ടി, അതൊരു സന്തോഷമാണ്. അത് നിലനിൽക്കേണ്ടത് മലയാളിയുടെ ആവശ്യമാണ്. എവിടെ ചെന്നാലും കേരളത്തിന്റെ അടയാളമായി എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു KSRTC ബസ്, ഒരു കഥകളിയോ 2 ആനയും ഇതാണ് കാണിക്കുക. എവിടെ ചെന്നാലും നമ്മൾ അടയാളമായിട്ട് കാണുന്നത് ഇത് കേരളത്തിൻ്റെതാണ് എന്ന് തോന്നണമെങ്കിൽ ഈ 2-3 സാധനങ്ങളുണ്ട്. തെങ്ങ്, കഥകളി, അതുപോലെ KSRTC ബസ്, ഇതൊക്കെയാണ് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടേണ്ടതുണ്ട്. എറണാകുളത്തെ പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ
ഗവർണർ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഈ വാട്ടർ ട്രാൻസ്പോർട്ടും മെട്രോയും എയർപോർട്ടും എല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ടൊരു പദ്ധതി ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, എല്ലാത്തിൻ്റെയും ഒരു കോർഡിനേഷൻ മേയറുടെ നേതൃത്വത്തിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഒരു ടൂറിസം പദ്ധതിക്ക് വേണ്ടി ഒരു ബസ്, ഡബിൾ ഡെക്കർ ബസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ മാക്സിയോട് ഞാൻ പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലോട്ട് കിടക്കുന്നിടത്ത് എല്ലാ കേബിളുകളും, ഈ സ്വകാര്യ ചാനലുകളുടെ കേബിളുകളെല്ലാം ഇങ്ങനെ മാല പോലെ കിടക്കുകയാണ്. അപ്പൊ അതിനെ ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അടക്കം എല്ലാ വയറുകളും പൊക്കിത്തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ഇടപെടുകയും അതുവഴി ഒന്ന് യാത്ര ചെയ്ത് ഏതാണ്ട് 40 സ്ഥലങ്ങളിൽ കേബിൾ താന്നുണ്ട്. ഇതൊന്ന് പൊക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി മെയിൻ റോഡിലൂടെ കൊച്ചിക്ക് പോയി അവിടെ ഫോർട്ട് കൊച്ചി എല്ലാം കറങ്ങി വരുന്ന ഒരു ടൂറിസം പാക്കേജിന് വേണ്ടി വണ്ടി റെഡിയായി ഇവിടെ കിടക്കാൻ തുടങ്ങി 1 മാസമാണ്. അടിയന്തരമായി ബഹുമാനപ്പെട്ട MLA അതിൽ ഇടപെടും. അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ അത് പറയും. അദ്ദേഹത്തോട് ഞാൻ നേരത്തെ നിയമസഭയിൽ വെച്ച് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മേയർ എന്നോടൊരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചു. ഹൈക്കോടതി മംഗളമരം മുതൽ ഈ സുഭാഷ് പാർക്ക്, ഈ റോഡ് ദർബാർ ഹാൾ വരെയുള്ള ഭാഗത്ത് ഹോൺ അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടിയെടുക്കണം. അദ്ദേഹം അതൊരു പദ്ധതിയായി മുന്നോട്ട് വയ്ക്കുന്നു. മേയർ മുന്നോട്ട് വയ്ക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് തന്നെ എറണാകുളം RTOയും എൻഫോഴ്സ്മെന്റ് RTOയും അങ്ങേ ബന്ധപ്പെടും. അങ്ങനെ ആ പദ്ധതിയുമായി അങ്ങേക്ക് മുന്നോട്ട് പോകാം. ഞങ്ങളുടെ എല്ലാ പിന്തുണയും തരുന്നു. ശബ്ദ മലിനീകരണം ഒഴിവാക്കി അത്രയും ഒരു മേഖല ഒരു സൈലന്റ് സോണാക്കി മാറ്റാനുള്ള അങ്ങയുടെ ആശയത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ പോലീസിനെയൊക്കെ അങ്ങ് സംഘടിപ്പിച്ചോണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പിന്തുണയും ഞങ്ങൾ തരും എന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. ഒരുപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. MLA-മാരെല്ലാവരും സംസാരിക്കാനുണ്ട്. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് മാത്രമല്ല, വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റില് ജീവനക്കാർക്ക് പഞ്ചിങ് ഏർപ്പെടുത്തി, എല്ലാ ബയോമെട്രിക് പഞ്ചിങ് ഏർപ്പെടുത്തോടൊപ്പം യാത്രാ ബോട്ടുകളിലും ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീൻ എല്ലാം ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കും KSRTCയിൽ ഉണ്ടാക്കിയതുപോലെ പാസ് എടുക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം, അതായത് ഓഫീസുകളിൽ കയറി ഇറങ്ങി ബുദ്ധിമുട്ടാതെ, അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൺലൈനായി KSRTC ചെയ്തതുപോലെ പാസ് എടുക്കാനായിട്ട് ഇനി ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു ആപ്പ് വഴി നിങ്ങൾക്കത് എടുക്കാനുള്ള സംവിധാനം റെഡിയാവുന്നുണ്ട്. അതുപോലെ പുതുവർഷത്തോടുകൂടി ഈ വർഷം 50% ബോട്ടുകൾ സോളാറാക്കും. അതിനെക്കുറിച്ചൊക്കെ ഷാജി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. വടക്കൻ ജില്ലകളിൽ ബോട്ടില്ലാത്തതിന്റെ അപാകതയുണ്ട്. ആ ബോട്ടുകൾ അവിടെ എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ആശയം ഞാൻ ഷാജിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ കാണുന്ന ഡെസേർട്ട് ഡ്രൈവ്, അതായത് ഒരു ലാൻഡ് ക്രൂയിസറിൽ കയറ്റിയിട്ട് ഡെസേർട്ടിൽ കൊണ്ടുപോയി അവിടെ എല്ലാം കറക്കും. കറക്കിയതിനു ശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനും അവിടെ ഡാൻസും പാട്ടും ഒക്കെ കാണാനുള്ള സംവിധാനമുണ്ട്. അത് ഫുഡ് കഴിച്ചിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവിടും എന്ന് പറഞ്ഞതുപോലെ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡെസേർട്ട് ഡ്രൈവ് ഒന്ന് കോപ്പി അടിക്കാൻ പോവുകയാണ്. അതായത് ചെറിയ ബോട്ടുകളിൽ ടൂറിസ്റ്റ് യാത്രക്കാരെ കയറ്റിക്കൊണ്ട് കുട്ടനാടിന്റെ ഈ കായൽ പരപ്പുകളിലെല്ലാം ഒന്ന് കറങ്ങി ഇട റോഡുകളെ കണ്ട് ഇടത്തോടുകളിലൂടെ ഒക്കെ കയറി അങ്ങനെ കറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് കേരളത്തിന്റെ കരിമീനെല്ലാം പൊരിച്ചു കൊടുക്കുന്ന ഒരു ഓലയിട്ട ചായക്കട, കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു നാടൻ കള്ള് ഷാപ്പ്, വേണമെങ്കിൽ ചെത്തുന്ന തെങ്ങിലെ കള്ള് വാങ്ങിച്ചു കുടിക്കാം. അത് പറയുന്നുണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല, നമ്മൾ കുടിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. മറ്റുള്ളവർ ഇത് കുടിക്കാത്ത സാധനമൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു നല്ല കള്ള് ഷാപ്പ് സെറ്റ് ചെയ്ത് വയ്ക്കും. അവിടെ ആരെങ്കിലും ഒരു ലൈസൻസ് എടുത്ത് വന്നിട്ട് അവിടെ ബോട്ട് നിർത്തി കൊടുക്കും. വേണമെന്നുള്ളവർക്ക് അവിടെ ഇറങ്ങി ഒരു 2 കള്ള് വാങ്ങിച്ചടിച്ചിട്ട് നേരെ വന്ന് ഇപ്പുറത്ത് വരുമ്പോൾ ഓലയിട്ട് നല്ല ചായക്കട, ബെഞ്ചൊക്കെ ഇട്ട് ഒരു ചായക്കട, സിനിമ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ആ ചായക്കടയിൽ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് മീനൊക്കെ പൊരിച്ച് തിന്ന്, പൊള്ളിച്ചതും ഇലയിൽ വെച്ച് പൊള്ളിച്ച കുട്ടനാടൻ മീനൊക്കെ കഴിച്ച് ചോറൊക്കെ ഉണ്ട് നല്ല വരുമ്പോൾ ഒരു 4-5 മണിയോടുകൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പാതിരാമണൽ ടൂറിസം വകുപ്പുമായി സംസാരിക്കുന്നുണ്ട്. പാതിരാമണലിൽ വന്നിറങ്ങി അവിടെ ഓല കൊണ്ടൊരു പഴയ തിയേറ്റർ പണിയാണ്. സൈഡെല്ലാം തുറന്നിട്ടിട്ടുള്ള നമ്മൾ പഴയ ഈ നാടൻ സാംസ്കാരിക നിലയങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു പന്തൽ ഓലയിൽ ചെയ്യും. ഓലയിട്ട് ചെയ്ത് തറയിൽ മണൽ വിരിക്കും. മണൽ വിരിച്ച് നല്ല കൈയുള്ള കസേരയൊക്കെ ഇട്ട്, പഴയ മോഡൽ കസേരയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് നമുക്ക് കലാപരിപാടികൾ കാണാം. ഏതാണ് കലാപരിപാടി? നാടൻ കലകൾ. നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ ഫോക്ലോർ അക്കാഡമിയിൽ ഫോക്ലോർ ആർട്ടുകളുണ്ട്. ഉദാഹരണത്തിന് വില്ലടിച്ചാൻ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ട് അമ്പലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോ കണ്ടിട്ടില്ല. അടുത്തൊരു തലമുറയ്ക്ക് കാണാൻ, ടൂറിസ്റ്റുകൾ കാണാനുള്ള കലാപരിപാടികൾ ഈ സ്റ്റേജിൽ സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പുമായി ചേർന്നുകൊണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറോട് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിലൊരു പാക്കേജ്. അപ്പൊ ഉച്ചയ്ക്ക് അങ്ങ് കയറിയാൽ, രാവിലെ അങ്ങ് കയറി കഴിഞ്ഞാൽ ബോട്ടൊക്കെ കറങ്ങി
ഈ പാക്കേജിന്റെ ഭാഗത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കറങ്ങി വന്ന് ഈ പാതിരാമണലിൽ വന്ന് അവിടെ ടൂറിസത്തിന്റെയാണ്. അവിടെ വരുമ്പോൾ അവരെ കൊണ്ട് നമ്മളൊരു പന്തലൊക്കെ ഇടിച്ച് നല്ല നാടൻ പഴയ ഒരു ഓല തിയേറ്റർ, നല്ലൊരു സ്റ്റേജൊക്കെ കാണാം. പുറയിൽ ചില തുണിയൊക്കെ വലിച്ചു കെട്ടി അങ്ങനെയൊക്കെ പറയില്ല, പഴയ സിനിമകളിലൊക്കെ കാണാം. നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ കാണാം. അവിടെ ഓട്ടംതുള്ളലാകാം, കഥകളിയാകാം. ആ സ്റ്റേജിൽ ഈ പറഞ്ഞ യക്ഷഗാനം അടക്കമുള്ള നമ്മുടെ ഫോക്ലോർ ആർട്ടുകളെ അവിടെ റീക്രിയേറ്റ് ചെയ്യുക. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കലാകാരന്മാർക്ക് ഒരു തൊഴിലാകും. ആ കല അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഇത് തെളിയിച്ച ആളാണ് ഞാൻ. വനംവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇടുക്കി തേക്കടിയിലെ ടൈഗർ പ്രോജക്ടിന്റെ ഉള്ളിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അന്ന് അതിന്റെ ചുമതല വഹിച്ചിരുന്ന IFS ഉദ്യോഗസ്ഥൻ സഞ്ജയൻ കുമാർ. ഞാൻ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു, ആദിവാസികളായ സമൂഹത്തിന്റെ ഈ നല്ല മനോഹരമായ കലാരൂപങ്ങളുണ്ട്, സംഗീത ഉപകരണങ്ങളുണ്ട്, മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നല്ല സംഗീത ഉപകരണങ്ങളുണ്ട്, വളരെ മനോഹരമായ ശബ്ദമുണ്ടാക്കും. അവരുടെ നൃത്തം, അവരുടെ ഗാനങ്ങൾ അതിമനോഹരമാണ്. ഇത് ലോകം കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സഞ്ജയനോട് പറഞ്ഞിട്ട് നമ്മൾ അന്നൊരു 150-200 പേരുള്ള ടീമിനുണ്ടാക്കി, 3-4 ടീം ഉണ്ടാക്കി. ഈ കലാകാരന്മാരുടെ കലാകാരികളുടെ അവരെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ സ്റ്റേജിൽ നടുവിൽ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തു. അടിയിൽ ഫാനൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് തീ കത്തുന്ന പോലെ അതിന്റെ ചുറ്റും ഇവർ ഇരുന്ന് ഓരോ ദിവസം ഓരോ ബാച്ച്, ഒരു 7-8 പേരുള്ള ബാച്ചുകളാണ്. അവരിങ്ങനെ മാറി വരും. അവർക്ക് ഈ വരുമാനം കിട്ടും. കാരണം ഒരു വിദേശിയിൽ നിന്ന് 300 രൂപയും ഒരു സ്വദേശിയിൽ നിന്ന് 100 രൂപയും വെച്ച് ഈ ആഡിറ്റോറിയത്തിൽ പൈസ കടക്കുകയായിരുന്നു. നല്ല തുക വരുമായിരുന്നു. ഈ തുക ഈ കലാകാരന്മാരും കലാകാരികൾക്കും വീതിച്ചു കൊടുത്ത് നമുക്ക് വനംവകുപ്പിന് ലാഭമൊന്നും വേണ്ട തീരുമാനിച്ചു. അങ്ങനെ വീതിച്ചു കൊടുത്തുകൊണ്ട് അവിടെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അന്നുണ്ടായിരുന്നു. ശ്രീ സഞ്ജയൻ കുമാർ എന്ന ഉദ്യോഗസ്ഥനാണ് അന്ന് അത് നടപ്പിലാക്കിയത്. അതുപോലെ ഞാൻ ഷാജി നായർക്ക് ഒരു ചുമതല കൊടുക്കുകയാണ്. ഇതൊരു പദ്ധതിയായി കൊണ്ടുവന്നത്. ഇതൊരു ടൂറിസം പാക്കേജ് മാത്രമല്ല, ഇതൊരു കൾച്ചറൽ പാക്കേജ് ആയിരിക്കും. നമ്മുടെ കാണാതെ പോകുന്ന പല കലാരൂപങ്ങളെയും വീണ്ടും കാണേണ്ട കാര്യമാണ്. ഇതെന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്താണ് ഞാൻ പറഞ്ഞില്ല, ദുബായിൽ കാണുന്ന ഡെസേർട്ട് ഡ്രൈവിനെ വെള്ളത്തിലേക്ക് കൊണ്ടുവന്ന് ലാൻഡ് ക്രൂസിന് പകരം ബോട്ടും മരുഭൂമിക്ക് പകരം അയലും ആക്കിക്കൊണ്ട് കോപ്പി അടിക്കുന്നു എന്ന് പറയാം. അല്ലാതെ മഹത്തായ ആശയമല്ല. പക്ഷേ എങ്കിലും ഇതിന്റെ അറ്റത്ത് വരുന്ന കേരളത്തിന്റെ സാംസ്കാരികമായ കാര്യങ്ങൾ കാണാനുള്ള ഒരു അവസരം, ഒരു പാക്കേജ് ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് വൈകിട്ട് ഒരു 5-6 ബോട്ട് അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഈ വർഷം തന്നെ ഉടൻ തന്നെ അതിനാവശ്യമായ ബോട്ടുകൾ വാങ്ങി ഈ നടപടികളുമായി ഷാജി മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു. എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ പരമാവധി ജനപ്രതിനിധികൾക്കായി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഗവൺമെന്റിന്റെ ഒരു നയവും അത് തന്നെയാണ്. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ശബ്ദമാണ്. ആ ശബ്ദം അവരിലൂടെയാണ് പ്രതിഫലിക്കേണ്ടത്. അവരുടെ പ്രതിഫലിക്കുന്ന ശബ്ദങ്ങളെ മുഖവിലേക്ക് എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഇത്രയും ബോട്ടുകൾ ഇവിടെ അനുവദിക്കുന്നത്. അത് ഇതിലൊരു ബോട്ട് വടക്ക് നോർത്തിൽ പോകണല്ലേ, ഇവിടെ പോകണല്ലോ, ഒരു ബോട്ട് നമ്മുടെ വടക്കോട്ട് വിടുന്നില്ല, ഇവിടെ മലബാറിൽ കണ്ണൂരേക്ക് കൊണ്ട് പറശ്ശിനിക്കട അല്ലല്ലോ, പയ്യന്നൂർ അല്ലല്ലോ, നമ്മുടെ നിയമസഭയിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പറശ്ശിനിക്കടവാണ്. പറശ്ശിനിക്കടവിലേക്ക് അയക്കും. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.